ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായി ചെയ്തിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ പാസ്റ്റിൽ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ മുതിർന്നപ്പോൾ പല കാരണങ്ങൾ കൊണ്ടോ, സമയമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് ശരിയല്ല തെറ്റാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ടോ, എന്തുകൊണ്ടോ നമ്മൾ സ്ഥിരമായി ചെയ്തിരുന്ന പല കാര്യങ്ങളും തിരക്കുമൂലമൊക്കെ ആവാം, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് അത് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഞാനവിടെ പോവാറില്ല, വരാറില്ല, ഞാൻ പഠിക്കാറില്ല, ഞാൻ സംസാരിക്കാറില്ല എന്നൊക്കെ പറയാറില്ല. ഞാൻ അമ്പലത്തിൽ പതിവായിട്ട് പോവാറുണ്ടായിരുന്നു, ഇപ്പം ഞാൻ പോവാറില്ല. അല്ലെങ്കിൽ ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ പുകവലിക്കാറില്ല എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. പക്ഷേ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് യൂസ്ഡ് ടു, USEDTO, യൂസ്ഡ് ടു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം. യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞ എന്നുള്ളൊരർത്ഥമല്ലേന്ന്. ആക്ച്വലി നമ്മൾ അങ്ങനെ തന്നെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂസ്ഡ് ടു, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ല എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കാം? യൂസ്ഡ് ടു എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പതിവായിട്ട് അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം. ഐ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ അല്ലേ. ഐ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ. ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു സ്പീക്ക് അല്ലേ. ഞാൻ അവനെ വിളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു കോൾ ഹിം. അല്ലെങ്കിൽ അവൻ എന്നെ വിളിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ പറയും. ഹി യൂസ്ഡ് ടു കോൾ മീ. അവൻ എന്നെ വിളിക്കാറുണ്ടായിരുന്നു അല്ലേ. അവൾ നന്നായി ഹിന്ദി സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് സംസാരിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ അവരിപ്പോൾ അത്ര നന്നായി സംസാരിക്കാറുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അവൾ നന്നായി ഹിന്ദി സംസാരിക്കാറുണ്ടായിരുന്നു എങ്ങനെ പറയും? ഷീ യൂസ്ഡ് ടു സ്പീക്ക് ഹിന്ദി അല്ലേ. അവൾ ഹിന്ദി സംസാരിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ പുകവലിക്കാറുണ്ടായിരുന്നു എങ്ങനെ പറയാം? ഹി യൂസ്ഡ് ടു സ്മോക്ക്. ഹി യൂസ്ഡ് ടു സ്മോക്ക്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇനി ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ, കോൺവെർസേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വഴിയെന്ന് പറയുന്നത് ഐ യൂസ്ഡ് ടു ഗോ ദെയർ, ഐ യൂസ്ഡ് ടു കം ഹിയർ എന്ന് ഇരുന്ന് എഴുതി പഠിക്കലല്ല. നിങ്ങൾ സിറ്റുവേഷൻ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് ആ എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു ലൈവ് ഇമോഷനോട് കൂടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഐ യൂസ്ഡ് ടു ഗോ ദെയർ, ഐ യൂസ്ഡ് ടു കം ഹിയർ, ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ യൂസ്ഡ് ടു ഗോ ടു ടെമ്പിൾ, ഷീ യൂസ്ഡ് ടു കോൾ മീ, വി യൂസ്ഡ് ടു സ്പെയർ അവർ ടൈം അല്ലേ. അങ്ങനെ അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത്, യൂസ്ഡ് ടു എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൻറ്റൻസിലൊക്കെ ഫ്രെയിം ചെയ്യുന്ന, സെൻറ്റൻസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ യൂസ്ഡ് ടു എന്ന് പറയണ്ട. അത് നമുക്ക് യൂസ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ യൂസ് എന്ന് പറയുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കുക. പക്ഷേ ആ യൂസ്ഡ് ടു എന്ന് പറയുമ്പോൾ ഉള്ള നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫ്ലുവൻസിയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. ഐ യൂസ്ഡ് ടു ഗോ ദെയർ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ യൂസ്ഡ് ടു ഗോ ദെയർ, ഐ യൂസ്ഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ യൂസ്ഡ് ടു സ്മോക്ക്, ഐ യൂസ്ഡ് ടു ഡ്രിങ്ക്, ഐ യൂസ്ഡ് ടു ഡ്രൈവ് കാർ, ഐ യൂസ്ഡ് ടു ഹാവ് ടു മെനി പ്രോബ്ലംസ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയും. ഇപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിപ്പോഴല്ല സ്ഥിരമായി നമ്മൾ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുക? യൂസ്ഡ് ടു ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്ഥിരമായി ചെയ്തിരുന്ന കാര്യങ്ങൾ എങ്ങനെ പറയുക എന്നുള്ളതാണ്. ഇനി നമ്മൾ സ്ഥിരമായി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് എന്താവും? കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല, അത് നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു പേഴ്സണൽ മെന്ററിന്റെ സഹായത്തോടെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, our contact details are in the description below. Feel free to contact us.